ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ വളരെയധികം പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗമാണ് മക്കള്. ജീവിതത്തിൽ മക്കളോട് ചെയ്യാൻ പാടില്ലാത്ത, കുട്ടികളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മക്കള് ഭാവിയിലെ നമ്മുടെ വരദാനങ്ങളാണ്. വന്ധ്യതയുള്ള ലോകത്ത് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. വൈവാഹിക ജീവിതം കഴിഞ്ഞ് 25, 30, 40 വർഷമായിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിച്ച് നടക്കുന്ന എത്രയോ ദമ്പതികളുണ്ട്. ആ ലോകത്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വരദാനമായിട്ട് മക്കളെ നൽകിയിട്ടുള്ളത്. ആ മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. മക്കള് ലഹരിക്കടിമപ്പെട്ട് ആ മക്കളുടെ തന്നെ കടാരക്ക് കത്തിക്ക് ഇരയായിട്ട് ഈ ലോകത്തോട് ദയനീയമായി മരിക്കാൻ, വധിക്കപ്പെടാൻ വിധിക്കപ്പെട്ട എത്രയോ മാതാപിതാക്കളുണ്ട്. മാതാപിതാക്കൾ മക്കളാൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട എത്രയോ മാതാപിതാക്കളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കളെ നന്നായി വളർത്തുക എന്നുള്ളത് അത് ഈ കാലഘട്ടത്തിൽ, ഈ പുതിയ ലോകത്ത് വളരെ ശ്രമകരമായൊരു ദൗത്യം തന്നെയാണ്. വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ആളുകൾക്ക് മാത്രമാണ് ക്രിയാത്മകമായി നല്ല രൂപത്തിൽ മക്കളെ വളർത്താൻ സാധിക്കുന്നുള്ളൂ. ഇന്ന് മക്കളെ വളർത്തുന്നതിൽ, പാരന്റിങ് ചെയ്യുന്നതിൽ പലർക്കും വലിയ പരാജയമാണ് ഏൽക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഈ മക്കൾ കാരണമായിട്ട് കണ്ണുനീര് കുടിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് ലോകത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾക്ക് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന സമയത്ത്, ഉള്ള മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ മക്കളെ നല്ല രൂപത്തിൽ നമുക്ക് തിരിച്ചു കിട്ടാൻ ഒരിക്കലും നിങ്ങൾ മക്കളോട് ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങൾ ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക. ഇത് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ജീവിതത്തിൽ പകർത്തിയാൽ ഈ മക്കൾ നാളെ ഒരിക്കലും നമുക്ക് എതിരാകൂല. ഈ മക്കൾ നമ്മോട് സ്നേഹത്തോടും വാത്സല്യത്തോടെയും സന്തോഷത്തോടെയും ഒക്കെയാണ് പെരുമാറുക. അപ്പൊ ആ 10 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടുകൂടെ തന്നെ ഇസ്ലാമികമായിട്ട് നമ്മുടെ മക്കളെ വളരെ നല്ല രൂപത്തിൽ അടിയുറച്ച് അനുസരിക്കുന്ന, അള്ളാഹുവിനെ അനുസരിക്കുന്ന, മാതാപിതാക്കളെ അനുസരിക്കുന്ന നല്ല മക്കളായി വളരാനുള്ള ആത്മീയമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു വഴിയും ഇതിന്റെ അവസാനം പറയുന്നുണ്ട്. എല്ലാവരും ഇത് മുഴുവനായിട്ട് കേൾക്കണമെന്ന് ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കളോട് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തേത്, 5 വയസ്സിന് താഴെയുള്ള മക്കള്, 10 വയസ്സിന് താഴെയുള്ള മക്കളോട് പ്രത്യേകിച്ച് പരസ്യമായി ഒരു കാരണവശാലും അവരെ ശാസിക്കരുത് എന്നുള്ളതാണ്. പരസ്യമായി അവരെ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യരുത്. അത് അവരറിയിക്കുന്ന രൂപത്തിലുള്ള ഒരു ശാസനയും ശിക്ഷണവും ഒക്കെ ആകാം, അതിന് തടസ്സമില്ല. പക്ഷെ അവരുടെ ആ പ്രായത്തിന്റെ അതും കടന്ന് അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറം അവരെ മെന്റലി തളർത്തിക്കളയുന്ന, മാനസികമായി തളർത്തിക്കളയുന്ന, അവരെ അങ്ങ് ഇല്ലാതാക്കി കളയുന്ന രൂപത്തിലുള്ള ഒരു ശാസനയോ ശിക്ഷണമോ ആ മക്കളുടെ നേർക്ക് ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. അത് ജീവിതാന്ത്യം വരെ നിങ്ങൾ ആ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനം ഉണ്ടല്ലോ. നമ്മുടെ മക്കൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോഴേക്ക് നമ്മൾ റോഡിലൂടെ അവരെ കൊണ്ട് നടക്കുകയായിരുന്നു, പെട്ടെന്ന് അവര് ഇഷ്ടമില്ലാത്ത എന്തോ ചെയ്തു, അല്ലെങ്കിൽ അവരെന്തോ വഴിയിൽ നിന്ന് എന്തോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു, അല്ലെങ്കിൽ നമ്മുടെ കൈ വിട്ട് ഓടി, അല്ലെങ്കിൽ റോഡ് മുറിച്ച് കിടക്കുന്ന സമയത്ത് എന്തോ ആ കുട്ടിയുടെ ഭാഗത്ത് ചെറിയ തെറ്റ് സംഭവിച്ചു. അപ്പോഴേക്ക് പരസ്യമായിട്ട് ആ 4 ആള് കൂടിയ സ്ഥലത്ത് നിന്ന് മറ്റുള്ളവർ കേൾക്കെ, മറ്റുള്ളവർ കാണുകെ അവരെ പരസ്യമായി അട്ടഹസിച്ച് സംസാരിച്ച് ശാസിക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നത് ജീവിതാന്ത്യം വരെ ആ മക്കളുടെ മനസ്സിന്റെ ഉള്ളില് ഒരു നെഗറ്റീവ് സ്ട്രോക്ക് ഉണ്ടാവാൻ കാരണമാകുകയും അത് അവരുടെ ശരീരത്തിന്, നിങ്ങൾ അടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക, ആ അടിച്ച സമയത്ത് അവരുടെ ശരീരത്തിന് ഏൽപ്പിച്ച പ്രഹരത്തിനേക്കാളും കൂടുതൽ ശക്തമായിട്ട് അവരുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ടാവും. അതങ്ങനെയാണ്. ഒരു അറബി കവി പറഞ്ഞിട്ടുണ്ട്, ആയുധങ്ങളെ കൊണ്ട് മുറിപ്പെടുത്തുന്നത് ഉണങ്ങും, പക്ഷേ നാവ് കൊണ്ട് മുറിപ്പെടുത്തുന്നത് ഉണങ്ങില്ല എന്ന് പറഞ്ഞതായിട്ട് കാണാം. അതേപോലെ നിങ്ങൾ ആ അടിച്ചതിനേക്കാളും അവരുടെ മനസ്സിൽ ജീവിതാന്ത്യം വരെ അത് മുറിവേറ്റ് കെടുക്കപ്പെടും അവിടെ.